ഹലോ ഗൈസ്, നമ്മുടെ ഡ്രാഗൺ ബോൾ സീരീസിൽ ഒരുപാടധികം ഗോഡ്സിനെ കാണാൻ സാധിക്കും. ഡ്രാഗൺ ബോൾ യൂണിവേഴ്സിന്റെ തന്നെ എല്ലാം എന്ന് പറയുന്ന നമ്മുടെ സെനോ തൊട്ട് നമ്മുടെ എർത്തിന്റെ ഗാർഡിയൻ ആയിട്ടുള്ള ഡെൻഡെ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ പദവിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എർത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗോക്കുവും സീ ഫൈറ്റേഴ്സും ഉള്ള ആ ഒരു എർത്തിൽ ഒരു ഗാർഡിയൻ ഉണ്ടാകും. പുള്ളിക്കാരനാണ് കാമി. എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാമിക്ക് ശേഷം ഡെൻഡെയാണ് എർത്തിന്റെ ഗാർഡിയൻ ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു എർത്തിന്റെ ഗാർഡിയന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ മിസ്റ്റർ പോപ്പോ ആണ്. ഡ്രാഗൺ ബോൾ ക്ലാസിക് തൊട്ട് സൂപ്പർ വരെ എടുത്തു നോക്കിയാലും ഈ ഒരു ക്യാരക്ടറിനെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഡെൻഡെയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാനും, അതുപോലെ ഇവർ നാമക്കൻ ആയതുകൊണ്ട് എർത്തിലുള്ള ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉത്തരവാദിത്വം ഇവർക്കാണുള്ളത്. ഇനി എർത്തിന്റെ ഗാർഡിയൻ കഴിഞ്ഞ് ഇവർക്ക് മുകളിലുള്ളത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കിങ് യമയാണ്. ഇവരുടെ പണി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലാണോ നരകത്തിലാണോ അയക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. ഈ ഒരു ക്യാരക്ടറിനെയും സീരീസിൽ പലതവണ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി കിങ് യമക്ക് മുകളിൽ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കായിസ് ആണ്. കായിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് കായിസ്. ഈ ഒരു കിങ് കായിസ് പൊതുവെ 4 ആയിട്ടാണ് ഉള്ളത്. അതിൽ നമ്മുടെ ഗോകുവിന്റെ എർത്തൊക്കെ വരുന്ന ആ ഒരു ഭാഗം റൂൾ ചെയ്യുന്ന കിങ്കായി ആണ് നമ്മൾ കൂടുതലായും സീരീസിൽ കണ്ടിട്ടുള്ളത്. കിങ്കായിയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗോകുവിനെ ഒരുപാട് തവണ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. കയോക്കിനും സ്പിരിറ്റ് ബോംബിലെ ടെക്നിക് ഒക്കെ പറഞ്ഞു കൊടുത്തത് നമ്മുടെ കിങ്കായി ആണ്. അതുപോലെ എർത്തിലേക്ക് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കിങ്കായിക്ക് അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അത് കറക്റ്റായി സീ ഫൈറ്റേഴ്സിനെ എത്തിക്കുകയും നമ്മുടെ കിങ്കായി ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു 4 കിങ്കായിസിന് മുകളിൽ ഗ്രാൻഡ് കായി ഉണ്ട്. അതായത് ഈ 4 കിങ്കായിയുടെ ഒരു ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഗ്രാൻഡ് കായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു പ്ലാനറ്റ് ഉണ്ട്. അവിടെ ചെറിയ ടൂർണമെന്റ് പോലുള്ള പരിപാടികളൊക്കെ വെക്കാറുമുണ്ട്. നമ്മുടെ ഗോകുവും പൈക്കണും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഒക്കെ എടുത്തു നോക്കിയാൽ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു കിങ് ഗൈസിന് മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സുപ്രീം ഗൈസ്. നമ്മുടെ കിങ് ഗൈസിനെ പോലെ തന്നെ സുപ്രീം ഗൈസും 4 ആൾക്കാരാണ് ഉള്ളത്. അതായത് യൂണിവേഴ്സിനെ 4 ആയി ഭാഗിച്ചു ആ ഒരു 4 ഡയറക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തലാണ് ഇവരുടെ പണി. ഇവർക്ക് പല സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. വേണ്ടി വന്നാൽ ഫൈറ്റ് ചെയ്യാനും ഇവരെ കൊണ്ട് കഴിയും. നമ്മുടെ മാജിൻ ബു യൂണിവേഴ്സിൽ തന്നെ ഭീഷണിയായി വന്ന സമയത്ത് ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് അവരെ എതിർത്ത് നിന്നത്. ഇനി ഇവർക്ക് മുകളിലുള്ള യൂണിവേഴ്സിന്റെ യഥാർത്ഥ ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് സുപ്രീം ഗായി ആണ്. നമ്മുടെ മോറോ ആർക്കിൽ ഗ്രാൻഡ് സുപ്രീം ഗായെ കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്രാൻഡ് സുപ്രീം ഗായി ആണെങ്കിൽ ഓരോ പ്ലാനറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യൂണിവേഴ്സിന് തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ക്രിയേഷൻ എന്ന രീതിയിൽ ഒരു ഗോഡ് ഉണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു ഗോഡും ഉണ്ടാവണമല്ലോ. അങ്ങനെ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഗോഡാണ് നമ്മുടെ ലോർഡ് ബിയറസ്. നമ്മുടെ ഗ്രാൻഡ് സുപ്രീം ഗായും അതുപോലെ ബീറൂസും എടുത്തു നോക്കിയാൽ രണ്ടുപേരും ഗോഡ്സ് ആണ്. രണ്ടുപേരുടെയും പദവി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു ബോണ്ടും ഉണ്ട്. ഗ്രാൻഡ് സുപ്രീം ഗായി മരിച്ചു കഴിഞ്ഞാൽ ബീറൂസും മരിക്കും. ബീറൂസ് മരിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് സുപ്രീം ഗായും ഇല്ലാതാകും. ഈ ബീറൂസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാത്തിനെയും അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. വേണ്ടാത്ത പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത് യൂണിവേഴ്സിന് ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ഈ ഒരു 2 ഗോഡ്സും ശ്രമിക്കുന്നത്. നമ്മുടെ ഡെൻഡെ തൊട്ട് ബീറൂസ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇനി അതുകൂടാതെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതാണ് ഗാലക്റ്റിക് പാട്രോൾ. അതായത് യൂണിവേഴ്സിന് തന്നെ പ്രശ്നമായിട്ട് വരുന്ന പല വില്ലന്മാരെയും ഈ ഒരു ഗാലക്റ്റിക് പാട്രോൾ പ്രിസണിലൊക്കെ അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു ഗാലക്റ്റിക് പാട്രോളിന് സ്പെഷ്യൽ ആയിട്ട് ഒരു കിങ്ങും ഉണ്ട്. അവർക്ക് തന്നെ ഒരു ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് മോറോ ആർക്കിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്ന ഒന്നാണ്. ഇതിപ്പോൾ യൂണിവേഴ്സ് 7ന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ള യൂണിവേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ അവിടെ സുപ്രീം ഗായും ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അവിടെയുള്ള ചില പ്ലാനറ്റ്സിലൊക്കെ ഗാർഡിയൻ ആയിട്ട് ചില ആൾക്കാരെ അങ്ങനെ തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇനി നമ്മുടെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷന് മുകളിൽ നിൽക്കുന്ന ആളാരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഏഞ്ചൽസ് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ ബീറൂസിന്റെ കൂടെയുള്ള വിസിനെ തന്നെ എടുത്തു പറയാം. ഡ്രാഗൺ ബോൾ സീരീസിൽ തന്നെ വിസിനെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കാണിച്ചു തന്നത്. ഇവർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും, ടൈം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. നിലവിലുള്ള ഒരു മോർട്ടലിനെ പോലും നമ്മുടെ ഏഞ്ചൽസിനെ ഡിഫീറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. ഇനി ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് യൂണിവേഴ്സുമായിട്ട് ഒരു ബന്ധവുമില്ല. അതായത് ഉദാഹരണത്തിന് നമ്മുടെ യൂണിവേഴ്സ് 7 ഡിസ്ട്രോയ് ആയി എന്ന് വിചാരിക്കുക. ഈ ഒരു സമയം ബീറൂസും സുപ്രീം ഗൈസും എല്ലാവരും തന്നെ ഇല്ലാതായാലും നമ്മുടെ വിസിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഇവർ പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രക്ഷൻ ഗോഡിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഗോഡ്സ് എപ്പോഴെങ്കിലും ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ അവരെ പിടിച്ചു നിർത്താനും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഏഞ്ചൽസിനെ വച്ചിട്ടുള്ളത്. എന്നാൽ ഇതുമാത്രമല്ല, യൂണിവേഴ്സിൽ ഏതെങ്കിലും രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ് പ്രസിഡന്റിനും മറ്റും അറിയിക്കാനും നമ്മുടെ ഏഞ്ചൽസിനെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഏഞ്ചൽസിനും ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഉടൻ തന്നെ വാനിഷ് ആയി പോവുകയും ചെയ്യും. അതായത് ഇവർക്ക് എന്താണോ ഉത്തരവ് കിട്ടുന്നത് അത് മാത്രമേ ഇവർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ഏഞ്ചൽസിന്റെ മുകളിലുള്ള ആൾ
ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അത് ഗ്രാൻഡ് പ്രീസ്റ്റ് ആണ്. അതായത് ഈ ഒരു ഏഞ്ചൽസിന്റെ ഒക്കെ ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിലവിൽ ഗ്രാൻഡ് പ്രീസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒമിനി കിങ് ആയിട്ടുള്ള സെനോക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഗ്രാൻഡ് പ്രീസ്റ്റിനെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സെനോയെ വെച്ച് പല കാര്യങ്ങളും റൂൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് ആണ്. ഇവർ ശരിക്കും നല്ലവരാണോ വില്ലനാണോ എന്നുകൂടി ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇവരുടെ മറ്റ് പവേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് എവിടെയും പറഞ്ഞു തന്നിട്ടുമില്ല. അതുപോലെ നമ്മൾ ഗ്രാൻഡ് പ്രീസ്റ്റിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ ഗ്രാൻഡ് പ്രീസ്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഗ്രാൻഡ് പ്രീസ്റ്റിന് മുകളിൽ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, ഈ യൂണിവേഴ്സിന്റെ തന്നെ എല്ലാമായിട്ടുള്ള ഒമിനി കിങ് അല്ലെങ്കിൽ സെനോ ആണ്. നമ്മുടെ ഈ ഒരു ഒമിനി കിങ്ങിനെ കാണാൻ ചെറിയ കുട്ടിയെ പോലെയാണ് ഉള്ളത്. ആ ഒരു സ്വഭാവവും പെരുമാറ്റമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ. എന്നാൽ സെനോയെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു യൂണിവേഴ്സ് തന്നെ ഇല്ലാതാക്കാൻ സെനോക്ക് സാധിക്കും. അതായത് ടോട്ടൽ 18 യൂണിവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ സെനോക്ക് എന്തിനാണ് ഇത്രയും യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള യൂണിവേഴ്സ് ഒക്കെ താൻ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും യൂണിവേഴ്സ് തന്നെ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ സെനോ ആരാണെന്ന് ഞാൻ ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെനോ എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് ടൂർണമെന്റ് ഓഫ് പവറിൽ തോറ്റുപോകുന്ന യൂണിവേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്തും നമ്മുടെ ഗോക്കു ബ്ലാക്കിന്റെ ആർക്കിൽ ആ ഒരു ഫ്യൂച്ചർ ട്രങ്ക്സിന്റെ യൂണിവേഴ്സ് വരെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതും ഇതുവരെ നമ്മളുടെ സെനോ ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത് സെനോ അല്ല, അത് നമ്മുടെ മാജിൻ റെയ്മസ് ആണ്. ഈ ഒരു മാജിൻ റെയ്മസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാജിൻ റെയ്മസിനെ നമുക്ക് ഡ്രാഗൺ ബോൾ ഡൈമയിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് കാണിച്ചു തന്നത്. അതായത് ഈ ഒരു മാജിൻ റെയ്മസ് എന്ന ക്യാരക്ടർ ഈ ഒരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇവരെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇനി ഇതുപോലുള്ള പല ക്യാരക്ടേഴ്സും ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ ഒരു ഒമിനി കിങ് അതുപോലെ മാജിൻ റെയ്മസും അല്ലാതെ മറ്റു ചില ക്യാരക്ടേഴ്സും ഈ യൂണിവേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും നമ്മുടെ സലാമയാണ്. പുള്ളിക്കാരൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. കാരണം നമ്മുടെ സൂപ്പർ ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്തത് സലാമയാണ്. ഒരു നാമക്കിന് എത്രത്തോളം മാജിക് പവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഡ്രാഗൺ ബോൾ നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു സലാമ എന്ന് പറഞ്ഞിട്ടുള്ള നാമക്കിന്റെ പവേഴ്സ് എന്തായിരിക്കും? അത് കൂടാതെ മറ്റൊരു ക്യാരക്ടർ ഉണ്ട്, അവരാണ് സുനോ. സുനോയെ നമുക്ക് സീരീസിലും മാംഗയിലും ഒക്കെ പല സ്ഥലത്തായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സുനോ ആണ്. സുനോയുടെ അടുത്ത് പോയി ഏതെങ്കിലും ഒരു മോർട്ടൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതായത് യൂണിവേഴ്സിന് പുറത്തായി നിൽക്കുന്ന ക്യാരക്ടേഴ്സിൽ നമ്മുടെ സലാമ, സുനോ, മാജിൻ റെയ്മസ്, സെനോ, ഗ്രാൻഡ് പ്രീസ്റ്റ് ഇവരൊക്കെയാണ് നിലവിലുള്ളത്. പിന്നെ സെനോയുടെ ഗാർഡ്സ് ഉണ്ട്, അവരെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സെനോയുടെ ഗാർഡ്സ് ആണ് സെനോയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. പക്ഷെ സെനോയ്ക്ക് ഇവിടെ ഗാർഡിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഏതെങ്കിലും ഒരു മോർട്ടൽ സെനോയെ മനസ്സിലാക്കി സെനോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമോ? അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിലുള്ള അത്യാവശ്യം പ്രധാനപ്പെട്ട ആൾക്കാർ. ഞാൻ ഏതെങ്കിലും ആൾക്കാരെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് പറയുക. ഇതുപോലെ ഡ്രാഗൺ ബോൾ റിലേറ്റഡ് വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.